53-ാമത്തെ പേജിൻ്റെ അവസാന ഭാഗത്ത് അബൂ ഷാമ റഹിമഹുല്ല ഈ നിസ്കാരം അഥവാ ഷാബാൻ 15-ന്റെ രാത്രിയിൽ നിസ്കരിക്കപ്പെടുന്ന സലാത്തുർ റഗായിബിൻ്റെ കുഴപ്പങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ 4-ാമത്തെ കുഴപ്പം അന്നൽ ആലിമ, വിവരമുള്ള ആളുകൾ ഇദാ സല്ലാ ഹാദിഹി സ്വലാത്ത അൽ മുബ്തദ, പുതുതായി ഉണ്ടാക്കപ്പെട്ട ഈ നിസ്കാരം നിർവഹിച്ചാൽ കാന മുതസബ്ബിബൻ ഇലാ അൻ തക്ദിബൽ ആമത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയാൻ ഇത് കാരണമായി തീരുന്നു. ഫയഖൂലു, അങ്ങനെ സാധാരണക്കാരായ ആളുകൾ പറയും, ആദിഹി സുന്നത്തും മിന സുനനി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ട ഒരു ചര്യയാണ്. കാരണം പണ്ഡിതന്മാരായ ആളുകളൊക്കെ ചെയ്യുന്നത് കാണുന്നില്ലേ? എത്ര കാലമായി നമ്മുടെ നാടുകളിൽ ആ പണ്ഡിതൻ ചെയ്യുന്നു, ഈ പണ്ഡിതൻ ചെയ്യുന്നു, അവരാരും ഇതുവരെ എതിർത്തിട്ടില്ലല്ലോ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാതെ ഇയാൾ ചെയ്യുമോ അയാൾ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ ഈ നിസ്കാരം നിർവഹിച്ചാൽ അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സാധാരണക്കാരായ ആളുകൾ കളവ് പറയാൻ കാരണമായി തീരുന്നു. വതസബ്ബുബു ഇലൽ കദിബി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജൂസു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നതിന് നാം കാരണക്കാരായി തീരുക എന്നത് ഒരിക്കലും അനുവദനീയമല്ല. എന്തുകൊണ്ട്? ലിഅന്നഹു യുവരിതു അൽ ആമ്മത ഫി ഉഹദത്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കദബ അലയ്യ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാരി. ഇങ്ങനെ പണ്ഡിതന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത വിഷയങ്ങളെ സുന്നത്താണെന്ന് പുണ്യകർമ്മമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ നടപ്പിലാക്കിയാൽ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ് എന്ന് ജനങ്ങൾ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ അത് നബിതങ്ങളുടെ പേരിൽ കളവ് പറയാൻ കാരണമായി തീരുന്നു. അങ്ങനെ കളവ് പറഞ്ഞാൽ, എൻ്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിലെ അവൻ്റെ ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ കൂട്ടത്തിലേക്ക് സാധാരണക്കാരായ ആളുകളെ തള്ളിയിടലാകും, അവരെ ആ കുഴിയിൽ ചാടിക്കലാകും എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് ഫലാ യംബഗീ ലിൽ ആലിമി, വിവരമുള്ള ഒരു പണ്ഡിതനും പറ്റില്ല അൻ യഫ്അല മാ യതവറതു അൽ അവാമ ബിസബബി ഫിഅലിഹി ഫി ഇഅ്തിഖാദി അംരിൻ അലാ മുഖാലഫത്തി ശർഇ, ശർഅ് പഠിപ്പിച്ചതിന് വിരുദ്ധമായ രൂപത്തിൽ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാനും വിശ്വസിക്കാനും കാരണമായിക്കൊണ്ട് അവർ കുഴിയിൽ ചാടുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഒരു പണ്ഡിതന് നിർവാഹമില്ല. വഖദിംതന ജമാഅത്തു മിന സ്വഹാബത്തി, സ്വഹാബത്തിൽപ്പെട്ട ഒരു വലിയ കൂട്ടം ആളുകൾ വിട്ടുനിന്നിട്ടുണ്ട് മിൻ ഫിഅലി അഷ്യാ, ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട്. ഇമ്മ വാജിബത്തുൻ, ആ കാര്യങ്ങൾ ചിലപ്പോൾ നിർബന്ധമാണെന്ന് അഭിപ്രായമുള്ളതുണ്ട്. വ ഇമ്മ മുഅക്കദത്തുൻ, ചിലപ്പോൾ ശക്തമായ സുന്നത്താണ് എന്നിവരെ അഭിപ്രായമുള്ള ചില വിഷയങ്ങളിൽ നിന്ന് സ്വഹാബത്തുൽ കിറാം വിട്ടു നിന്നിട്ടുണ്ട്. ഖൗഫം മിൻ വന്നിൽ ആമ്മത്തി ഖിലാഫ മാ ഹിയ അലൈഹി, സാധാരണക്കാരായ ആളുകൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ രൂപത്തിൽ തെറ്റിദ്ധരിച്ചു പോകുമെന്ന് ഭയന്നുകൊണ്ട്. കാല ഷാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, വഖദ് ബലഗന, നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, അന്ന അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും കാന ലാ യുളഹിയാൻ, അവർ രണ്ടുപേരും ഉളുഹിയ്യത്ത് അർക്കാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഉളുഹിയ്യത്ത് സുന്നത്താണെന്ന വിവരം അവർ അറിയാത്തത് കൊണ്ടോ അതിൻ്റെ മഹത്വം അവർക്ക് ലഭിക്കാതെ പോയത് കൊണ്ടോ അല്ല, മറിച്ച് കറാഹിയത്ത് അൻ യുഖ്തദ ബിഹിമ, അവർ രണ്ടുപേരും ഉളുഹിയ്യത്ത് അറുത്താൽ അതിനെ മാതൃകയാക്കിക്കൊണ്ട് ജനങ്ങളെല്ലാവരും ആ ഉളുഹിയ്യത്തിനെ തുടരും. പക്ഷേ ഫയുളന്നു മൻ റഅഹുമ അന്നഹാ വാജിബത്തുൻ, ഈ മഹാന്മാരായ സഹാബത്തുൽ കിറാമിൽ പ്രമുഖരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ ഇത് ചെയ്യുന്നത് കണ്ടാൽ സാധാരണക്കാരായ ആളുകൾ അത് വാജിബാണെന്നൊരു തെറ്റായ ധാരണ വെച്ചു പോകാൻ കാരണമായി തീരുമോ എന്ന് ഭയന്നുകൊണ്ടായിരുന്നു ഇത്. അപ്പോൾ ശക്തമായ സുന്നത്താണെന്നും അല്ല ചിലപ്പോൾ വാജിബാണെന്നും അഭിപ്രായമുള്ള ഉളുഹിയ്യത്ത് പോലും ജനങ്ങൾക്ക് തെറ്റായ ധാരണയുണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് നമ്മുടെ നേതാക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് അബൂ ഷാമ റഹിമഹുല്ല മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിൽ നിന്ന് നമുക്ക് ഉദ്ധരിച്ചു തരുന്നത്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അൻഹു ജലസമാ സ്വഹാബി, ഒരു ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. സുമ്മ അർസല ബി ദിർഹമൈൻ, 2 ദിർഹമും കൊടുത്ത് ബഹുമാനപ്പെട്ടവർ ഒരാളെ അയച്ചു. ഫഖാല,
എന്നിട്ട് പറഞ്ഞു ഇസ്തറു ബിഹിമ ലഹ്മൻ, നിങ്ങൾ ആ 2 ദിർഹം കൊണ്ട് കുറച്ച് ഇറച്ചി വാങ്ങുക. സുമ്മക്കാല ഹാദിഹി ഉലുഹിയത്തു ഇബ്നു അബ്ബാസ്, ഇത് ഇബ്നു അബ്ബാസിന്റെ ഉലുഹിയത്താകുന്നു എന്ന്. അഥവാ യഥാർത്ഥത്തിൽ ഇറച്ചി വാങ്ങിക്കൊടുത്താൽ അത് ഉലുഹിയത്താവില്ല എന്ന് ഇസ്ലാമിക നിയമങ്ങൾ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത്? ഖാല ശാഫിഈ, ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുന്നു, വഖദ് കാന കല്ലമാ യമുറു ബിഹി യൗമുൻ ഇല്ലാ നഹറ ഫീഹി, ഏകദേശ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൃഗത്തെ അറുത്തെയ്യാറുണ്ട്. ഔ ദബഹബി മക്കത്ത, അല്ലെങ്കിൽ മക്കയിൽ വെച്ച് അറുക്കാറുണ്ടായിരുന്നു. വ ഇന്നമ അറാദ ബിദാലിക, എന്നാൽ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറവ് നടത്താതെ 2 ദിർഹം കൊടുത്തുകൊണ്ട് ഇറച്ചി വാങ്ങിച്ചത് അറാദ ബിദാലിക മിസ്ലുല്ലദി റുബിയാൻ അബീബക്കറിൻ വ ഉമറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും ഉദ്ധരിക്കപ്പെട്ട അതേ കാര്യം തന്നെയാണ്. അഥവാ ജനങ്ങൾക്ക് ഈ ഉലുഹിയത്ത് നിർബന്ധമായ ഒരു കാര്യമാണെന്ന് തോന്നിപ്പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഗൗരവം ഇസ്ലാം പഠിപ്പിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് ജനങ്ങളിൽ എത്തിക്കുമോ എന്ന ഭയം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത്. വൻ നബി സുറൈഹത്ത ഹുദൈഫത്ത് ബിൻ ഉസൈദിൻ കാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അദറക്തു അബൂബക്കറിൻ വ ഉമർ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടിട്ടുണ്ട്. വകാനാ ലീ ജാറൈനി, അവർ 2 പേരും എൻ്റെ അയൽവാസികളായിരുന്നു. ഫകാന ലാ യുളഹിയാനി, അവർ 2 പേരും ഉലുഹിയത്ത് അറുക്കാറുണ്ടായിരുന്നില്ല. കറാഹിയത യുഖ്തദ ബിഹിമ, അവർ 2 പേരും ഈ ഉലുഹിയത്ത് സ്ഥിരമായി അറുത്താൽ അതൊരു നിർബന്ധമായ കാര്യമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് തലമുറക്കാരായ ആളുകൾ തെറ്റായ ധാരണയോടുകൂടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട്. വാൻ നബി മസൂദ് അൽ അൻസാരി, അബൂ മസൂദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖാല ഇന്നീല അത്റുക്കുൽ അദ്ഹ, ഞാൻ ഉദ്ഹിയത്തിനെ ഉപേക്ഷിക്കാറുണ്ട്. വ ഇന്നീല മൂസറുൻ, എനിക്ക് ഉദ്ഹിയത്ത് അറുക്കാനുള്ള കഴിവൊക്കെ ഉള്ള നല്ല സമ്പന്നനാണ് ഞാൻ. പക്ഷേ എന്നിട്ടും ഞാൻ ഉദ്ഹിയത്തിനെ ഒഴിവാക്കിയത് കറാഹിയത്ത് അൻ യറാ ജിറാനി വ അഹ്ലി അന്നഹു അലയ്യ ഹത്തുമുൻ, എൻ്റെ അയൽവാസികളും എൻ്റെ കുടുംബക്കാരൊക്കെ അതൊരു നിർബന്ധമായും ഞാൻ കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നത് കൊണ്ടാകുന്നു. അഖ്റജഹുൽ ഹാഫിദുൽ ബൈഹഖി ഫി കിതാബിൽ മഅരിഫ, ഈ 2 റിപ്പോർട്ടുകളും ഇമാം ബൈഹഖി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്. വദക്കറഹുന്ന ഐദന്ന തർത്തൂശി അൽ ഫഖീഹ് ഫി കിതാബിഹി, പണ്ഡിതനായ തർത്തൂശി ഇമാം ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥത്തിലും ഇതിനെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. വസാദ, ഇമാം തർത്തൂശി റഹിമഹുല്ല വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഖാല അബൂ അയ്യൂബ് അൽ അൻസാരി, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കുന്നാൻ ഉളഹിയാനി നിസായി വാഹിലീന, നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ ഉദ്ഹിയത്ത് അറുക്കാറുണ്ടായിരുന്നു. ഫലമ്മ തബാഹൻ നാസു ബിദാലിക, ജനങ്ങൾ ഇതിൽ വലിയ ആവേശം കാണിച്ചുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തറക്കിനാഹ, നമ്മൾ ഇത് ഒരു നിർബന്ധമായ ബാധ്യതയാണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ഹിയത്ത് അറുക്കുന്ന പരിപാടി നിർത്തിവെച്ചു. അപ്പോൾ ഉദ്ഹിയത്ത് എന്നത് ശക്തമായ സുന്നത്താണെന്നും അല്ല നിർബന്ധമായി എന്നുവരെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട വിഷയത്തിൽ പോലും സമൂഹത്തെ തെറ്റിദ്ധാരണയിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ ഇത് കൊണ്ടുപോകരുത് എന്ന് ചിന്തിച്ചവരായിരുന്നു മഹാന്മാരായ സഹാബത്തുൽ കിറാം എന്നത് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ.